ഞങ്ങളൊരിക്കൽ കൂടി പുതിയൊരു ഓണവിഭവവുമായി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്താണെന്ന് പറയട്ടെ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് പല ടൈപ്പിലുള്ള കിച്ചടികളാണ്. ബീട്രൂട്ട് കിച്ചടി ഉണ്ട്, ഇഞ്ചി കിച്ചടി ഉണ്ട്, നമ്മളുടെ വെള്ളരിക്ക കിച്ചടി. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ 3 കിച്ചടിക്കും കൂടിയാട്ടോ ഈ 1.5 തേങ്ങ. അതേപോലെ തന്നെ ഒരു 4 ഗ്ലാസ്സോളം തൈര്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കാച്ചി ഒഴിക്കാൻ ഉണക്കമുളക് ഉണ്ട്, വേപ്പലിയുണ്ട്, പിന്നെ കടുകും കൂടി വേണം. ഇത് ഞാൻ ഇതിലേക്ക് കിച്ചടിക്ക് നമ്മൾ കടുക് അരച്ച് ചേർക്കൂല. അപ്പോൾ ഇത് അരച്ചല്ല ചേർക്കണം, ഞാൻ വെറുതെ പച്ചക്കടുക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ കറി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇനി നമുക്ക് നമ്മളുടെ കിച്ചടിക്കുള്ള സംഭവങ്ങളൊക്കെ നുറുക്കി കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. നമ്മളൊരു ചട്ടിക്കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച വെള്ളരിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചുണ്ടാക്കണുള്ളൂ കേട്ടോ. നമ്മൾ ഒരു 5-6 ആൾക്കുള്ളതാണ് റെഡിയാക്കുന്നത് കേട്ടോ. കാരണം 3 കിച്ചടികളുള്ള കാരണമാണ് നമ്മൾ സ്വല്പം വീതം ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് വേവാൻ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില, ഇത് വെന്ത് വരാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ്, കുറച്ച് വെള്ളം മതി, പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലേത്തേക്ക് ഒരു 2 പിഞ്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വയ്ക്കാം. തൈര് ഇത്തിരി കട്ടയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പയ്യെ നമ്മളുടെ കടകോല് വെച്ച് ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം അതിന് കട്ടയൊക്കെ ഒന്ന് പോകാൻ. മിക്സിയിൽ അടിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. അതിന് ശേഷം നമ്മൾ ഒരു കയ്യിൽ നമ്മളുടെ തൈരിലേക്ക് ഒരു കയ്യിൽ തൈര് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ 3 ഇതല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിലേക്ക് ഒരു കയ്യിൽ തൈര് ഒഴിച്ചിട്ട് 1.25 കയ്യിൽ ഇട്ടാ. അതേപോലെ തന്നെ 1.25 കയ്യിൽ നമ്മളുടെ അടിച്ചിരുത്തിരിക്കുന്ന തേങ്ങയും 1.25 കയ്യിലും കൂടി യോജിപ്പിക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. ഈ തേങ്ങ ഞാൻ ഇത്തിരി തൈര് ഒഴിച്ചായിട്ട് അടിച്ചെടുത്ത, പച്ചവെള്ളം ഒഴിക്കരുത്, തൈര് ഒഴിച്ച് നമ്മൾ അടിച്ചെടുക്കണം. അപ്പോൾ ഈ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ വെള്ളരിക്ക വെന്തിട്ടുണ്ട് കണ്ടോ. വെള്ളരിക്ക വേവായി അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഒന്നങ്ങോട്ട് നൊരി പോലെ ഇങ്ങനെ വരില്ലേ, ചൂടായി ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇത് ഇറക്കണം. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ലേശം കടുകിൻ്റെ പച്ചക്കടുകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കടുക് പൊടിച്ചത് ലേശം മതി, അല്ലെങ്കിൽ ഒത്തിരി ആയ ടേസ്റ്റ് മാറും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾക്കിന്ന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നല്ല പുളി ഉണ്ടാവണം കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളുടെ വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കണ്ടേ, കടുകും ഇതൊക്കെ കൂടി, അതും കൂടി ചെയ്ത് വയ്ക്കാം. നമ്മുടെ വെള്ളരിക്ക കിച്ചടി കാച്ചി ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ, ചെറിയ ടേബിൾ സ്പൂൺ മതി, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക്, കുറേ ഒന്നും വേണ്ട കേട്ടോ, ചെറിയ ടീസ്പൂണിൽ ഒരു 1 ടീസ്പൂണോടത്തോളം കടുക്. വെളിച്ചെണ്ണ തിളക്കട്ടെ. വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. കടുക്, ചെറിയ ടീസ്പൂൺ കടുക്, കടുകൊന്ന് അടച്ചു വെക്കാം, പൊട്ടുമ്പോൾ തെറിച്ച് മുഖത്തേക്ക് വരാതിരിക്കാനാട്ടാ. കടുക് പൊട്ടിയിട്ടാ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളക്, ഒരു 2-3 ഉണക്കമുളക്. ഞാൻ ഇത് ഓഫ് ചെയ്തു, അതിന് ശേഷമാണ് ഉണക്കമുളക് ഇട്ടേ.
സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറിവേപ്പിലയൊന്നും പെട്ടെന്ന് അങ്ങോട്ട് മൂപ്പ് കൂടി പോവില്ല. ഇപ്പം നല്ല പാകത്തിനായിണ്ടല്ല. ഇനി നമ്മളുടെ കിച്ചടിയിലേക്ക് ഇത് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളുടെ ഒരു കിച്ചടി റെഡിയായിട്ടാണ്. വെള്ളരിക്ക കിച്ചടി റെഡി. ഇനി നമുക്ക് അടുത്തത് ഇഞ്ചി കിച്ചടി എങ്ങനെയാണെന്ന് നോക്കാം. കിച്ചടി തുടങ്ങാം. കുറച്ച് ചട്ടിയിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഇഞ്ചി ചെറുതായിട്ട് ഞാൻ കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ അരച്ചപ്പോൾ ഇതിലേക്ക് ആ തേങ്ങയുടെ അരപ്പിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകില്ലേ അതൊക്കെ ആഡ് ചെയ്തേക്കണം. കാരണം ഇനി ഇതിലൊന്നും പച്ചമുളകൊന്നും ചേർക്കണ്ട. നല്ല എരിവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈരും നേരത്തെ നമ്മൾ ആദ്യത്തെ കിച്ചടിക്ക് ചെയ്ത പോലെ തന്നെ എല്ലാം യോജിപ്പിച്ച് കൊടുക്കാം. ഇതങ്ങോട്ട് മൂക്കട്ടെ. നമ്മുടെ ഇഞ്ചി കിച്ചടിക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇടണേ, അല്ലെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് അങ്ങോട്ട് ചുമന്ന് പോകും. അപ്പോൾ ഉള്ളൊന്നും വേവില്ല. അപ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇഞ്ചി കിച്ചടിയിട്ട് ടേസ്റ്റ് കിട്ടില്ല. ഇഞ്ചി ബ്രൗൺ കളറായതിൽ പൊടിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ തൈരും ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഒഴിക്കാം. ഒരു കയ്യിൽ ഇത് അരപ്പ്, പിന്നെ ഒരു കയ്യിൽ തൈരും കൂടി എടുത്തിട്ടുണ്ട്. 1.25 കൈ. ഇതൊന്ന് യോജിപ്പിക്കാം. നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മളുടെ പൊടിക്ക് കടുക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പച്ച കടുകാട്ടാ. ഒന്ന് പയ്യെ നൊരി വരാൻ പാടുള്ളൂ. അപ്പോഴേക്ക് ഓഫ് ചെയ്യണം. അങ്ങോട്ട് ഒന്ന് ഇരുന്ന് അതിലേക്കൊക്കെ എല്ലാം യോജിക്കട്ടെ. അങ്ങനെ ഇഞ്ചി കിച്ചടി റെഡി. ചിന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ അതേപോലെ തന്നെ ചെയ്യാം. കടുക് കാച്ചാൻ വേണ്ടി ഇടാൻ വേണ്ടി നമ്മൾ കിച്ചടി ഉണ്ടാക്കണ സമയത്തുണ്ടല്ലോ 3 എണ്ണത്തിനും കൂടി ഒന്നിച്ചങ്ങോട്ട് തേങ്ങ അരച്ചിട്ട് 3 ഭാഗം അങ്ങോട്ട് ആക്കിയാൽ മതി. അപ്പം നമ്മൾ കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ തൈരും അങ്ങനെ തന്നെ. വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ 2 ടേബിൾ സ്പൂൺ കടുക് പൊട്ടട്ടെ. പൊട്ടിത്തെറിക്കാതിരിക്കാനായിട്ടോ ഞാൻ അടച്ചു വെക്കണേ. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം 2 ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് നോക്കാൻ പാടുള്ളൂ. കാരണം ആ ഇഞ്ചിയിലേക്കൊക്കെ ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളങ്ങനെ ഒന്ന് അടച്ചു വെച്ചേക്കുക കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അത് കറക്റ്റ് പാകമായിട്ടുണ്ടാവും. നമുക്ക് ബീട്രൂട്ടിൻ്റെ കിച്ചടി ഉണ്ടാക്കാം. ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കണം. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഒന്ന് പീസാക്കി പുഴുങ്ങിയതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെങ്ങനെ വേണമെങ്കിൽ എടുക്കാം. എനിക്ക് ഇതാ ഇഷ്ടം കേട്ടോ. ചെറിയ കുരുകുരുന്നിങ്ങനെ അരിഞ്ഞെടുക്കണതാണ് ഇഷ്ടം. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വേവണ്ടേ? സ്വല്പം വെള്ളം മതി കേട്ടോ. കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് വേവാൻ ലേശം ഉപ്പ്. ഇനി അങ്ങോട്ട് വേവട്ടെ. അവിടെ ഇരുന്ന് ഒന്ന് കലം അടച്ചു വയ്ക്കാം.
ബീറ്റ്റൂട്ട് വേവായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 കിച്ചടിയിലും നമുക്കിതിലേക്ക് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് യോജിപ്പിക്കാം. ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് തൈര് ഇത് കഴിഞ്ഞ് ഒഴിക്കണുള്ളൂ കേട്ടോ. തേങ്ങ യോജിപ്പിച്ച് ഒന്നങ്ങോട്ട് ആയിക്കോട്ടെ. നമുക്ക് തൈര് യോജിപ്പിച്ച് കൊടുക്കാം. തൈരും യോജിപ്പിച്ചു. ഒന്നങ്ങോട്ട് നൊരി വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മളുടെ അങ്ങനെ ബീറ്റ്റൂട്ട് കിച്ചടിയും റെഡിയാവണം. ഇനി അതിലേക്ക് നമ്മൾക്ക് പറഞ്ഞില്ലേ കടുക് അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. കടുകും കൂടി അതോടൊപ്പം നമ്മളുടെ 3 കിച്ചടിയും റെഡി. ഇത് കാച്ചി ഒഴിക്കാൻ വേണ്ടി പാൻ അടപ്പത്ത് വെച്ചു. ഇതേ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല പച്ച വെളിച്ചെണ്ണ തന്നെ. നമ്മൾ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണോട്ടെ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പാനിൽ ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 ചെറിയ ടീസ്പൂൺ കടുക് പൊട്ടട്ടെ. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില. ബീറ്റ്റൂട്ട് കിച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ 3 കിച്ചടികൾ റെഡിയായി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അധിക സമയമൊന്നും വേണ്ട. ഒരു മാക്സിമം ഒരു അരമണിക്കൂർ 3 കിച്ചടി കൂടി നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം യോജിപ്പിച്ചാൽ മതി.